നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പാസ്കൽസ് ലോ എന്നും അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് how do we measure the pressure at a point in a fluid at rest measured from the free surface of the liquid in the vertical downward direction. Vertical downward directionൽ ഒരു ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് അതിന്റെ പ്രഷർ എങ്ങനെ ഒരു പ്രത്യേക പോയിന്റിൽ ഫ്രീ സർഫസിൽ നിന്ന് താഴെയായിട്ട് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രത്യേക പോയിന്റിലുള്ള പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് P = ρg z എന്നാണ്. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്, ഫ്രീ സർഫസ് എന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇസഡിനെ നമ്മൾ പ്രഷർ ഹെഡ് എന്നാണ് പറയുക. Z = P/ρg എന്ന് എഴുതാം. ഇതിനെ നമ്മൾ പ്രഷർ ഹെഡ് എന്നാണ് പറയുക. ഇത് ഇൻ ടേംസ് ഓഫ് മീറ്റേഴ്സ് അല്ലെങ്കിൽ സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ മില്ലിമീറ്റേഴ്സ് ഓഫ് ലിക്വിഡിന്റെ ലെവൽ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു പ്രോബ്ലംസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം: calculate the pressure due to a column of 0.3 of A water, B an oil of specific gravity 0.8 and C mercury of specific gravity 13.6. Take a density of water rho is equal to 1000 kilogram per meter cube. ഇതാണ് നമുക്ക് തന്നിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് ഒരു വാട്ടറിന്റെ ഒരു സർഫസ്, ഒരു വാട്ടർ കോളം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0.3 മീറ്റർ താഴെയായിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രഷർ എത്രയാണ്, അതാണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളത്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ്, അതിനുള്ള ഫോർമുലയാണ്, കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മളിവിടെ കണ്ടത്. P = ρg z എന്ന് കൊടുത്തിട്ടുള്ളത് അതിനു വേണ്ടിയുള്ള ഫോർമുലയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ z തന്നിട്ടുണ്ട്. Z = 0.3 ആണ്. Z = 0.3 ആണ്. അതുപോലെ റോ എന്ന് പറയുന്നത് നമുക്കറിയാം വാട്ടറിന്റെ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇറ്റ്സ് വാല്യൂ ഈസ് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ വി ക്യാൻ ഫൈൻഡ് ദ പ്രഷർ ഡയറക്ട്ലി. സോ റോ is equal to 1000, G is equal to 9.81, Z equal to 0.3. So we get the value directly if we substitute these values in this equation. Okay, now ഇവിടെ നോക്കുക, വാട്ടറിന്റെ കേസിൽ P = 1000 into 9.81 into 0.3 equal to 2943 Newton per meter square. അപ്പോൾ ഇതാണ് 0.3 മീറ്റർ ഡെപ്തിലുള്ള വാട്ടറിന്റെ സർഫസിൽ നിന്ന് 0.3 മീറ്റർ ഡെപ്തിലുള്ള ഉണ്ടാകാവുന്ന പ്രഷർ, ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഉണ്ടാകാവുന്ന പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ ഫോർ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 നമുക്ക് ഓയിൽ തന്നിട്ടുണ്ട്, ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഇഫ് യു ആർ ഗിവൺ ദ സ്പെസിഫിക് ഗ്രാവിറ്റി then we can find the density. We know specific gravity is density of oil divided by density of water ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ density of oil എന്തായിരിക്കും? It is equal to specific gravity of oil into density of water ആയിരിക്കും. So density of oil equal to specific gravity of oil into density of water. 0.8 into 1000 equal to 800 kilogram per meter cube എന്ന് നമുക്ക് ഡെൻസിറ്റിയിൽ നിന്ന് കിട്ടും. സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രം കിട്ടിയാൽ മതി, നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കാണാവുന്ന പ്രഷർ P = ρg z is equal to 800 into 9.81 into z equal to 0.3. So we get 2354.4 Newton per meter square. ഡിവൈഡ് ബൈ 10⁴ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അടുത്തത് ഫോർ മെർക്കുറി സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണ് തന്നിട്ടുള്ളത് വിചാരിക്കാം. ഫോർ മെർക്കുറി സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡെൻസിറ്റി ഓഫ് മെർക്കുറി കാണാം, അതുപോലെ പ്രഷർ കാണാം നോക്കാം. ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് നമുക്കറിയാം specific gravity of mercury into density of water ആണ്. So 13.6 into 1000 we get 13,600 kilogram per meter cube. അതായത് ഒരു മീറ്റർ ക്യൂബ് ലിക്വിഡ് മെർക്കുറി എടുക്കുകയാണെങ്കിൽ, ഒരു മീറ്റർ ക്യൂബ് മെർക്കുറി എടുത്താൽ അതിന്റെ മാസ് എന്ന് പറയുന്നത് 13,600 കിലോഗ്രാം ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, then P = ρ s എന്നിവിടെ കൊടുത്തിരിക്കുന്ന മെർക്കുറിയുടെ ഡെൻസിറ്റി ആണ് into G into Z. We get 13,600 into 9.81 into 0.3 equal to 40,025 Newton per meter square. Okay, ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന ആൻസർ ആണ്, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്.
രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. The pressure intensity at a point in a fluid is given as 3.924 Newton per centimeter square. Find the corresponding height of fluid when the fluid is A water and B oil of specific gravity 0.9. Pressure intensity നമുക്ക് തന്നിരിക്കുകയാണ്. Pressure intensity 3.924 Newton per centimeter square എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും യൂണിറ്റുകൾ കൺഫേം ചെയ്തിട്ട് വേണം, ഒരേ യൂണിറ്റുകളിലേക്ക് മാറ്റിയിട്ട് വേണം പ്രോബ്ലം ചെയ്യണമെങ്കിൽ. ഇവിടെ പ്രഷർ ഇന്റൻസിറ്റി ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ് തന്നിട്ടുള്ളത്. ഇത് അതേസമയം നമുക്ക് തന്നിരിക്കുന്ന വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് 0.3 മീറ്റർ ആണ്. സോറി, ഈ കേസിൽ അത് കറസ്പോണ്ട് ആയിട്ട് ഫ്ലൂയിഡ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മാറ്റേണ്ടത്, നമുക്കറിയാം ഡെൻസിറ്റി ഈക്വൽ ടു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതേസമയം തന്നിട്ടുള്ള പ്രഷർ 3.94 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ആദ്യം പ്രഷർ ഇന്റൻസിറ്റി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് Z ഈക്വൽ ടു P ബൈ റോ ജി. പി എന്ന് പറയുന്നത് പ്രഷർ ഇന്റൻസിറ്റി നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇൻറ്റു 10⁴ ചെയ്തുകൊണ്ട്, ഇവിടെ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്, പെർ മീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ നിങ്ങൾക്കറിയാം. സോ 100 × 100 ചെയ്യുമ്പോൾ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 3.924 × 10⁴ ഡിവൈഡ് ബൈ 1000 × 9.81 വി ഗെറ്റ് 4 meters ഓഫ് വാട്ടർ. ഫോർ ഓയിൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് കാണേണ്ടതും രണ്ടാമത്തെ കേസിൽ എത്രയായിരിക്കും ഇതിന്റെ വെർട്ടിക്കൽ ഹൈറ്റ് എന്നാണ്. സോ ഡെൻസിറ്റി ഓഫ് ഓയിൽ നമുക്ക് കണ്ടുപിടിക്കാം. വി ആർ ഗിവൺ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ is equal to 0.9. therefore density of oil equal to 0.9 into 1000 equal to 900 kilogram per meter cube. Therefore Z equal to P by rho oil into G. So 3.924 into 10⁴ divided by 900 into 9.81 we get 4.44 meters of oil. Direct ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇതെല്ലാം. അടുത്തത് അബ്സല്യൂട്ട് അറ്റ്മോസ്ഫിയറിക് ആൻഡ് വാക്വം പ്രഷർ. 3 ടൈപ്പ് പ്രഷറുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് അബ്സല്യൂട്ട് പ്രഷർ, രണ്ടാമത്തെ ഗേജ് പ്രഷർ, 3 വാക്വം പ്രഷർ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് റെഫറൻസ് ടു അബ്സല്യൂട്ട് വാക്വം പ്രഷർ. അബ്സല്യൂട്ട് വാക്വം പ്രഷർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൺസെപ്റ്റാണ്. ഏറ്റവും മിനിമത്തിലെത്താവുന്ന, നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതല്ല, എങ്കിലും അതൊരു കൺസെപ്റ്റാണ്. ആ അബ്സല്യൂട്ട് പ്രഷറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ബാക്കി പ്രഷറുകളൊക്കെ മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിന് ഒരു പ്രഷറുണ്ട്. ആ പ്രഷർ എന്ന് പറയുന്നത് 1.013 into 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 760 millimeter മെർക്കുറി ആണ്, അല്ലെങ്കിൽ 10.33 meters ഓഫ് വാട്ടർ കോളത്തിന് ഇക്വലന്റ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ കാണുന്ന പ്രഷർ ആണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഗേജ് പ്രഷർ മെഷർ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ആ ഗേജിൽ 0 ആയിട്ടാണ് കാണിക്കുന്നത്. അതിന് മുകളിലേക്കുള്ള പ്രഷർ മാത്രമാണ് ഗേജ് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗേജ് പ്രഷർ is defined as the pressure which is measured with the help of a pressure measuring instrument in which the atmospheric pressure is taken as datum. അറ്റ്മോസ്ഫിയർ പ്രഷർ ഡാറ്റം ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. The atmospheric pressure on the scale is marked as 0. Okay, atmospheric pressure സ്കെയിലിൽ 0 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി വാക്വം പ്രഷർ. Vacuum pressure is defined as the pressure below the atmospheric pressure. The relationship between the absolute pressure, gauge pressure and vacuum pressure are shown in the figure 2.7. ഈ ഫിഗറിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാവും അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്ന ഈ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇവിടെ നിന്ന് ഇവിടം വരെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആയിരിക്കും. സോ അബ്സല്യൂട്ട് പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഇനി വാക്വം പ്രഷറിന്റെ കാര്യത്തിൽ വാക്വം പ്രഷർ എന്ന് പറയുന്നത് മെഷർ ചെയ്ത് അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ താഴെയായിരിക്കും. ഇത് നെഗറ്റീവ് പ്രഷറാണ് വാക്വം പ്രഷർ. ഈ നെഗറ്റീവ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ താഴെയായതുകൊണ്ട് ഇവിടെയുള്ള അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് വാക്വം പ്രഷർ ആയിരിക്കും. അല്ലെങ്കിൽ വാക്വം പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കാം? അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ ഈക്വൽ ടു വാക്വം പ്രഷർ പ്ലസ് absolute pressure equal to atmosphere pressure minus vacuum pressure. ആ രീതിയിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, absolute pressure equal to atmosphere pressure. ഇവിടെ വലിയ പ്രഷർ എന്ന് പറയുന്നത് atmosphere pressure ആണ്.
മൈനസ് വാക്വം പ്രഷർ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് അബ്സല്യൂട്ട് പ്രഷർ നമുക്ക് കിട്ടും. അതേസമയം ഇവിടെ ആവുമ്പോൾ ഗേജ് പ്രഷർ, അതായത് അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ എബോവ് ആയിട്ടുള്ള പ്രഷറാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ കാണുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷറാണ്. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. What are the gauge pressure and absolute pressure at a point 3 meter below the free surface of liquid having a density of 1.53 into 10 cubic kilogram per meter cube if the atmospheric pressure is equivalent to 750 millimeter of mercury? The specific gravity of mercury is 13.6 and density of water equal to 1000 kilogram per meter cube. ഇതിൽ എങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ ഡെപ്ത് ഓഫ് ലിക്വിഡ് തന്നിട്ടുണ്ട്, 3 മീറ്റർ ആണ്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് 1.53 into 10 cubic kilogram per meter cube ആണ്. അറ്റ്മോസ്ഫിയർ പ്രഷറുടെ നമുക്ക് 750 millimeter മെർക്കുറി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് മില്ലിമീറ്റർ ആയതുകൊണ്ട് മീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 750/1000 equal to 0.75 meters of mercury. Therefore, atmospheric pressure P atmosphere equal to ρ0 G Z0 എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഡെൻസിറ്റി ഓഫ് മെർക്കുറി നമുക്ക് കിട്ടും. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു 13.6 into 1000 kilogram per meter cube. അപ്പോൾ പ്രഷർ ഹെഡ് ഇൻ ടൈംസ് ഓഫ് മെർക്കുറി നമുക്ക് കിട്ടുന്നത്, നമുക്കറിയാം പി പ്രഷർ കാണുന്നത് ρgh എന്നുള്ള ഫോർമുലയാണ്, അല്ലെങ്കിൽ ρgz എന്ന് പറയുന്ന ഫോർമുല ആയതുകൊണ്ട് നമ്മൾ വീണ്ടും അതുപോലെ അതേപോലെ ഇതും ചെയ്യുകയാണ്. 13.6 into 1000 റോ ആയി, G 9.81, Z എന്ന് പറയുന്ന 0.75 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ഇറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് 100,062 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്കിവിടെ കിട്ടും. ഇനി pressure at a point which is at a depth of 3 meters from the free surface of the liquid is given by P is equal to ρ1 G Z1. ഇതിവിടെ നമ്മൾ കണ്ട അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. ഇത് നമുക്ക് particularly downward direction 3 meter താഴെ എത്ര പ്രഷർ വരുന്നതാണ് നമുക്കെന്ന് അതിനുവേണ്ടി കാണേണ്ടത്. നമുക്ക് പ്രഷർ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് തന്നിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് പ്രഷർ കാണാം. സോ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് 1.53 into 1000 into G 9.81 into Z1 എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ലിക്വിഡ് 3 മീറ്റർ. സോ ഇറ്റ്സ് ഈക്വൽ ടു 45028 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഗേജ് പ്രഷറാണ് ഈ കിട്ടുന്നത്. ഈ ഗേജ് പ്രഷർ കൂടി ചേർക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. അപ്പോൾ 45028 plus 100,062 equal to 145090 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ കിട്ടി. ഗേജ് പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രഷർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. Measurement of pressure. The pressure of a fluid is measured by the following devices. നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ എന്ന് പറയുന്നത് ഒന്ന് മാനോമീറ്റർ, രണ്ട് മെക്കാനിക്കൽ ഗേജസ് ആണ്. മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത് these are the devices used for measuring the pressure at a point in a fluid by balancing the column of fluid by the same or another column of the fluid. ഒന്നുകിൽ അതേ കോളം ഓഫ് ഫ്ലൂയിഡ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു കോളം ഫ്ലൂയിഡ് കൊണ്ടോ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളാണ് നമ്മൾ മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് മാനോമീറ്റർ പ്രധാനമായിട്ടുള്ളത്, സിമ്പിൾ മാനോമീറ്റേഴ്സ്, രണ്ടാമത്തത് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ്. അടുത്താണ് മെക്കാനിക്കൽ ഗേജസ്. Mechanical gauges are defined as the devices used for measuring the pressure by balancing the fluid column by the spring or dead weight. ഒന്നുകിൽ സ്പ്രിങ്ങിന്റെ സഹായം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഡെഡ് വെയിറ്റിന്റെ സഹായം കൊണ്ട് പ്രഷർ ബാലൻസ് ചെയ്തുകൊണ്ട്, ഫ്ലൂയിഡിന്റെ പ്രഷറിനെ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗേജ് പ്രഷർ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള ഡിവൈസിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഗേജസ് എന്ന് പറയുന്നത്. കോമൺലി യൂസ്ഡ് മെക്കാനിക്കൽ പ്രഷർ ഗേജ് എന്ന് പറയുന്നത് ഒന്ന് ഡയഫ്രം പ്രഷർ ഗേജ്, ബി ബേർഡൻ ട്യൂബ് പ്രഷർ ഗേജ്, സി ഡെഡ് വെയിറ്റ് പ്രഷർ ഗേജ്, നാലാമത്തെ ബെല്ലോസ് പ്രഷർ ഗേജ്. ഇങ്ങനെ 4 ടൈപ്പ് മെക്കാനിക്കൽ ഗേജസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഫിഗറുകളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഗേജാണിത്. നമ്മൾ ഡയഫ്രം പ്രഷർ ഗേജ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഡയഫ്രം കൊടുത്തിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഫ്ലൂയിഡ് വരുന്ന സമയത്ത് ആ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്തിട്ട് ആ പ്രഷർ ഇവിടെ കാണിക്കുന്നു. രണ്ടാമത്തെ ബേർഡൻ ട്യൂബ് പ്രഷർ ഗേജാണ്. ബേർഡൻ ട്യൂബ് പ്രഷർ ഗേജിന്റെ ഉള്ളിൽ ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ട്യൂബ് കൊടുത്തിരിക്കും, ഒരു സ്റ്റീൽ ട്യൂബ്. ആ ട്യൂബിന്റെ ഉള്ളിലേക്ക് ഹൈ പ്രഷറിലുള്ള ഓയിലോ ലിക്വിഡ് കയറുന്ന സമയത്ത്, ഫ്ലൂയിഡ് കയറുന്ന സമയത്ത് അത് ഡിഫ്ലക്ട് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ ടൈപ്പിന് ഇതിന്റെ പേരാണ്
നമ്മൾ ഡെഡ് വെയിറ്റ് പ്രഷർ ഗേജ് എന്നാണ് പറയുന്നത്. ഡെഡ് വെയിറ്റ് പ്രഷർ ഗേജ്, ഡെഡ് വെയിറ്റ് ഇവിടെ കൊടുത്തിട്ട് അത് ബാലൻസ് ചെയ്യുന്നു. ഇവിടെയുള്ള പ്രഷറിനെ, ഫ്ലൂയിഡ് പ്രഷറിനെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് പ്രഷർ മെഷർമെന്റ് നടത്താൻ പറ്റും. നാലാമത്തെ ടൈപ്പാണ് ബെല്ലോസ് പ്രഷർ ഗേജ്. ഇതിന്റെ ഉള്ളിൽ ബെല്ലോസ് ഉണ്ട്. ആ ബെല്ലോസ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇവിടെ ഡയഫ്രം പറഞ്ഞ പോലെ തന്നെ അത് കോൺട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വികസിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആണുള്ള പ്രഷർ മെഷർമെന്റ് ഇതിലാണ് നടത്താൻ പറ്റും. ഇങ്ങനെ 4 ടൈപ്പ് മെക്കാനിക്കൽ ഗേജസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞ സിമ്പിൾ മാനോമീറ്റേഴ്സ്. സിമ്പിൾ മാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് ഹാവിംഗ് വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് കണക്റ്റഡ് ടു എ പോയിന്റ് where pressure is to be measured and the other end remains open to atmosphere. കോമൺ ടൈപ്സ് ഓഫ് സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന് പീസോമീറ്റർ, 2 യൂട്യൂബ് മാനോമീറ്റർ, 3ാമത്തെ സിംഗിൾ കോളം മാനോമീറ്റർ. അതിൽ ആദ്യത്തെയാണ് പീസോമീറ്റർ. പീസോമീറ്റർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒരു വാട്ടർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പൈപ്പിലേക്ക് ആ പൈപ്പിന്റെ പ്രഷർ എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പീസോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന ഇതേപോലെ ഒരു ട്യൂബ്, ഒരു അറ്റ്മോസ്ഫിയറിൽ തുറന്നിരിക്കുന്ന ഒരു ട്യൂബ് ഇതിന്റെ സെൻട്രമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഈ ഇവിടെയുള്ള പ്രഷർ ഹൈറ്റ് മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള പ്രഷർ ഇന്റൻസിറ്റി എത്രയാണെന്ന്, ഈ പൈപ്പിന്റെ ഉള്ളിലെ പ്രഷർ ഇന്റൻസിറ്റി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ഗേജ് പ്രഷർ. ഇത് നമ്മൾ ഗേജ് പ്രഷർ മെഷർമെന്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത, one end of this manometer is connected to the point where pressure is to be measured and the other end is open to the atmosphere. The rise of liquid gives the pressure head at that point. If at point A the height of liquid, say water, is such in piezometer tube, then pressure at A equal to rho gh. അതായത് ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പ്രഷറിന്റെ പ്രത്യേകത ഒരു ലിക്വിഡിന്റെ ലെവലിൽ ഒരേ പ്രഷർ ആയിരിക്കും. സോ എ എന്ന് പറയുന്ന ഈ പൈപ്പിന്റെ സെന്ററിലെ അതേ പ്രഷർ ആയിരിക്കും ഇത് ഈ ട്യൂബിന്റെ അടിഭാഗത്തുള്ള ഈ ഭാഗത്തും അതേ പ്രഷർ തന്നെയായിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഈ ഹൈറ്റിന്റെ ഉള്ള പ്രഷർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതേ പ്രഷർ ഇന്റൻസിറ്റി തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഒരേ ലെവലിൽ ഒരേ പ്രഷർ ആയിരിക്കും. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലിക്വിഡിന്റെ കാര്യത്തിൽ. ഓക്കെ, ഇവിടെയുള്ള പ്രഷർ നമുക്കറിയാം. ഹൈറ്റ് കൊണ്ടുള്ള പ്രഷർ, ഫ്ലൂയിഡ് കോളത്തിന്റെ ഹൈറ്റ് കൊണ്ടുള്ള പ്രഷർ നമുക്ക് കാണാൻ അറിയാം. P is equal to rho gh ആണ്. സോ rho gh will be the pressure intensity at A also. അടുത്ത യൂട്യൂബ് മാനോമീറ്റർ ആണ്. ഇത് കൺസേർവ് ഗ്ലാസ് ട്യൂബ് ബെൻഡ് ഇൻ യു ഷേപ്പ്. ഇങ്ങനെ യു ഷേപ്പിൽ നമ്മൾ ഒരു ഗ്ലാസ് ട്യൂബ് ബെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടാമത്തെ വേറെ ഒരു സെക്കൻഡറി ഫ്ലൂയിഡ് കൂടി നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഡെൻസിറ്റി കൂടുതലുള്ള മെർക്കുറി പോലുള്ള ലിക്വിഡ് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹൈ പ്രഷർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ പീസോമീറ്ററിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം പീസോമീറ്ററിന്റെ കാര്യത്തിൽ ഹൈ പ്രഷർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ലിംബിന്റെ നീളം കൂട്ടി കൊടുക്കണം. ഗ്ലാസ് ട്യൂബിന്റെ ഓപ്പൺ എൻഡ് ഒരുപാട് ഹൈറ്റിൽ കൊടുക്കേണ്ടി വരും ഈ പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു പരിധിയിലധികം പ്രഷർ മെഷർ ചെയ്യാൻ ഒരിക്കലും നമുക്ക് പീസോമീറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഗേജ് പ്രഷർ മെഷർമെന്റിന് നമുക്ക് കുറച്ചുകൂടി ഉയർന്ന പ്രഷറൊക്കെ മെഷർ ചെയ്യാൻ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഡെൻസിറ്റി കൂടുതലുള്ള മെർക്കുറി പോലുള്ള ഫ്ലൂയിഡാണ് നമ്മൾ ഇതിൽ സെക്കൻഡറി ഫ്ലൂയിഡായിട്ട് ഇതിന്റെ മെഷർമെന്റിന് വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കിവിടെ ഹൈ പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഹൈ പ്രഷർ കുറച്ച് അധികം ഉയർന്ന പ്രഷർ വന്നാൽ പോലും വളരെ ചെറിയ തോതിൽ മാത്രമേ ഇവിടെ മെർക്കുറി ലെവൽ ഉയരുകയുള്ളൂ. ഇവിടെ എങ്ങനെയാണ് നമുക്ക് കാണുന്നത് നോക്കാം. ഇതില് ഒരു എൻഡ് നമ്മൾ മെഷർ ചെയ്യേണ്ട പൈപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ എൻഡ് ഓപ്പൺ എൻഡഡ് തന്നെയാണ്, പക്ഷെ അതിൽ നമ്മളൊരു ഹൈ ഡെൻസിറ്റി ലിക്വിഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഗേജ് പ്രഷർ കാണുന്നത്. ഇനി വാക്വം പ്രഷർ കാണുന്നതിനും ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. യൂട്യൂബ് മാനോമീറ്റർ തന്നെ ഉപയോഗിക്കാം. ഇവിടെ പ്രഷറിന്റെ ലെവൽ കുറഞ്ഞു നിൽക്കും. ഇവിടെ നോക്കുക, ഇവിടെ എ എന്ന് പറയുന്ന ലെവലിലുള്ള പ്രഷറാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ കേസ് ഫോർ ഗേജ് പ്രഷർ, ലെറ്റ് ബി ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് പ്രഷർ ഇസ് ടു ബി മെഷേർഡ്, ഹൂസ് വാല്യൂ ഇസ് പി, ഡാറ്റം ലൈൻ ഇസ് എ. H1 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ലിക്വിഡ് എബോവ് ദ ഡാറ്റം ലൈൻ. ഈ ഡാറ്റം ലൈനിൽ നിന്ന് ലിക്വിഡിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇത്. H2 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഹെവി ലിക്വിഡ് എബോവ് ദ ഡാറ്റം ലൈൻ. ഹെവി ലിക്വിഡിന്റെ ഹൈറ്റ് H2 ആണ്. ρ1 ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് 1000 × S1. ഇവിടുത്തെ ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1. സ്പെസിഫിക് ഗ്രാവിറ്റി S1 ആണെന്ന് വിചാരിക്കുക ഈ ലിക്വിഡിന്റെ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഡെൻസിറ്റി ρ1 എന്ന് പറയും 1000 × S1.
S2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ലിക്വിഡിന്റെയാണ്. ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമെങ്കിൽ ഇതിന്റെ ഡെൻസിറ്റിയും കിട്ടും 1000 × S2. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ പ്രഷർ P ആണ് എന്ന് കരുതുക. ഇവിടുത്തെ പ്രഷർ P ആണെങ്കിൽ അതേ പ്രഷർ തന്നെയായിരിക്കും ഈ ലിംബിന്റെ ഈ ഭാഗത്തും ഉണ്ടാകുന്നത്. ഇവിടുത്തെ ഉള്ളിലെ പ്രഷർ P ആണെങ്കിൽ അതേ പ്രഷർ ഇവിടെ ഉണ്ടാകും. ഇനി ഈ താഴെ ഈ AA എന്ന് പറയുന്നത് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഈ വാട്ടറിന്റെ പ്രഷറും ഈ കോളം ഹൈറ്റിന്റെ ഈ വാട്ടർ കോളത്തിന്റെ വാട്ടറോ അല്ലെങ്കിൽ ഏത് ലിക്വിഡ് ആയിക്കോട്ടെ ആ ലിക്വിഡിന്റെ ഹൈറ്റ് കൊണ്ടുള്ള പ്രഷറും ചേർത്ത് കൂടിയ പ്രഷർ ആയിരിക്കും ഈ ഭാഗത്തുണ്ടായിരിക്കുക. So total pressure on the left limb will be P എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സെൻട്രൽ പ്രഷർ P പ്ലസ് ആ പ്രഷർ തന്നെ ഇവിടെ ഉണ്ടാവുക P പ്ലസ് ρ1 GH1 ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ. AAയിലെ ലെഫ്റ്റ് ലിംബിൽ ഉണ്ടാകുന്ന പ്രഷർ ρ1 GH1 പ്ലസ് P ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരേ ലെവലിൽ ഒരേ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഫ്ലൂയിഡ് കോളത്തിൽ AA എല്ലാം ഒരേ പ്രഷർ തന്നെയായിരിക്കും. ഇവിടെയുള്ള അതേ പ്രഷർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും നമുക്ക് റൈറ്റ് ലിംബ് വെച്ചും ഇത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ് ലിംബിൽ നമുക്കറിയാം ഇവിടുത്തെ ഡെൻസിറ്റി ρ2 ആണ്. ρ2 GH2 എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് കോളത്തിലുള്ള പ്രഷർ ആയിരിക്കും. അപ്പോൾ ρ2 GH2 ഈക്വൽ ടു ആയിരിക്കും P പ്ലസ് ρ1 GH1. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ P കാണുന്നത്. അപ്പോൾ P എന്തായിരിക്കും ρ2 GH2 മൈനസ് ρ1 GH1 ആയിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് മെഷർ ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാം. രണ്ടും ഇടതുവശവും വലതുവശത്തും തമ്മിൽ പ്രഷറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ P പ്ലസ് ρ1 GH1 ρ2 GH2, P ρ2 GH2 മൈനസ് ρ1 GH1 എന്ന് കിട്ടും. വാക്വം പ്രഷർ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വാക്വം പ്രഷർ നോക്കുക, AA എന്ന് പറയുന്ന ഒരേ ലെവലിൽ ഒരേ പ്രഷർ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെ എത്രയാണ് പ്രഷർ അതേ പ്രഷർ ആയിരിക്കും ഇവിടെ നമ്മൾ ഗേജ് പ്രഷർ ആകുമ്പോൾ ഇവിടെ നമുക്ക് 0 കൊടുക്കാം. ഇവിടെ വേറെ മുകളിലേക്ക് ലിക്വിഡ് ഇല്ല. സോ 0 is equal to എന്തായിരിക്കും P പ്ലസ് ρ1 GH1 പ്ലസ് ρ2 GH2 ആയിരിക്കും. P പ്ലസ് ρ1 GH1 പ്ലസ് ρ2 GH2 ഈക്വൽ ടു 0. അപ്പോൾ P എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് ഓഫ് ρ2 GH2 പ്ലസ് ρ1 GH1 ആയിരിക്കും. കാരണം ഇവിടെ നെഗറ്റീവ് പ്രഷറാണ്. പ്രഷർ ഹൈ ആയിരുന്നെങ്കിൽ ഇത് ഈ ലെവലിനേക്കാൾ ഉയർന്നു തന്നെ, ഇവിടെ നേരെ താഴേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് നെഗറ്റീവ് പ്രഷർ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ആ നെഗറ്റീവ് പ്രഷർ നമുക്ക് മാനോമീറ്റർ വെച്ച് ഇത് ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ.